വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതിയിൽ പഞ്ചാംഗ ശിക്ഷണാടിസ്ഥാനത്തിലുള്ള വ്യത്യസ്തമായ പാഠ്യക്രമം, മിതമായ ഫീസ്, വാഹന സൗകര്യം, സർക്കാരിന്റെ എല്ലാവിധ ഗ്രാന്റുകളും. വിദ്യാസാഗർ ഗുരുകുലം സ്കൂൾ കൊണ്ടയൂർ. കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക പൊതുമണ്ഡലത്തിലെ പ്രതിശബ്ദമായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോടെന്നും സമസ്ത മേഖലകളിലും നിരന്തരമായി ഇടപെട്ട് മാർഗദർശിയായി നിലകൊണ്ടിരുന്ന അഴീക്കോടിന്റെ അഭാവം നികത്താൻ ഒരു മലയാളിക്കും സാധിച്ചിട്ടില്ലെന്നും അങ്കണം ശംസുദ്ദീൻ സ്മൃതി ചെയർപേഴ്സൺ ഡോക്ടർ പി സരസ്വതി. അല്ലെങ്കിൽ ഞാൻ ശംസുദ്ദീന്റെ ഭാര്യ എന്ന നിലയ്ക്കോ അല്ല, അദ്ദേഹം എന്നെ പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അങ്ങനെയുള്ള അഴീക്കോട് ഭാഷയാണ് ഞാൻ എൻ്റെ ഓർമ്മയിലെ കൊണ്ടു നടത്തുന്നത്. അങ്കണമായിട്ടുള്ള ബന്ധം അത് വേറെ, അതിന് അതിൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളില്ല. ഒരു മാഷ് എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അഴീക്കോട് ഭാഷ അങ്ങനെ ചിരിക്കില്ല. അഴീക്കോട് ഭാഷ ചിരിച്ചു കണ്ടിട്ടുള്ള എത്ര ആൾക്കാരുണ്ടാവും? എത്ര പരിചയമുള്ള ആളെ കണ്ടാലും മാഷ് അങ്ങനെ ചിരിക്കും. പക്ഷെ മാഷ് ചിരിക്കുന്ന അപൂർവം നിമിഷങ്ങളുണ്ട്. അത് ഏതാണെന്ന് അറിയാമോ? അദ്ദേഹത്തിൻ്റെ ക്ലാസ് മുറികൾ. അദ്ദേഹത്തിൻ്റെ ക്ലാസ് മുറികളിൽ അദ്ദേഹം കുട്ടികളുമായിട്ട് ഇടപഴകി. കേരളത്തിന്റെ സാമൂഹ്യ സാംസ്കാരിക പൊതുമണ്ഡലത്തിലെ പ്രതിശബ്ദമായിരുന്നു ഡോക്ടർ സുകുമാർ അഴീക്കോടെന്നും സമസ്ത മേഖലകളിലും നിരന്തരമായി ഇടപെട്ട് മാർഗദർശിയായി നിലകൊണ്ടിരുന്ന അഴീക്കോട് മാഷിന്റെ അഭാവം നികത്താൻ ഇതുവരെ ഒരു മലയാളിക്കും സാധിച്ചിട്ടില്ല എന്നും കേരളത്തെ നേർവഴിയിൽ നടത്തുന്നതിൽ കാർക്കശ്യക്കാരനായിരുന്നുവെങ്കിലും സാധാരണ ജീവിതത്തിൽ സഹൃദയനും നർമ്മം പങ്കുവെക്കുന്നയാളുമായിരുന്നു അഴീക്കോടെന്നും അവനവനിസം പടർന്നു പന്തലിച്ച ഇക്കാലത്ത് അഴീക്കോടിന്റെ പ്രസക്തി ദിനംപ്രതി വർദ്ധിച്ചു വരികയാണെന്നും അങ്കണം ശംസുദ്ദീൻ സ്മൃതി ചെയർപേഴ്സൺ ഡോക്ടർ പി സരസ്വതി അഭിപ്രായപ്പെട്ടു. സംസ്കാര സാഹിതി തൃശൂർ ജില്ലാ കമ്മിറ്റി സുകുമാർ അഴീക്കോടിന്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് സമ്രാട്ട് ബുക്സിൽ സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. സംസ്കാര സാഹിതി ജില്ലാ കൺവീനർ അനിൽ സമ്രാട്ട് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ചെയർമാൻ ഗിന്നസ് സത്താർ ആദൂർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡോക്ടർ അജിതൻ മേനോത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. മോഹൻദാസ് ചെറുതുരുത്തി, രാമചന്ദ്രൻ പുത്തൂർക്കര, ബേബി മൂക്കൻ, ഡോക്ടർ ഷാജു നെല്ലായി, ശശികുമാർ കൊടക്കാടത്ത്, പി കെ അശോകൻ, റഫീഖ് കേച്ചേരി, ധന്യ മതിലകത്ത്, ചന്ദ്രശേഖരൻ, ബിബിൻ പോലൂർക്കര, സാംസൺ പുലിക്കോട്ടിൽ, അരുൺ ഗാന്ധി ഗ്രാമം, പ്രസാദ് കിഴക്കൂട്ട്, ശിവരാജൻ എം.ആർ., ദിലീപ് കൊട്ടിലേങ്കൽ, ശശി വർണാട്ട് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, എരുമപ്പെട്ടി.